ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീനിയർ സെർച്ച് മെത്തേഡും ബൈനറി സെർച്ച് മെത്തേഡും തമ്മിലൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ ലീനിയർ സെർച്ച് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ലീനിയർ സെർച്ചിൽ എന്താ പറയുന്നത്? ദ എലമെൻറ്റ്സ് നീഡ് നോട്ട് ബി ഇൻ എനി ഓർഡർ അല്ലേ. ലീനിയർ സെർച്ച് ഒരു അരയിൽ ലീനിയർ സെർച്ച് നടത്തുമ്പോൾ ആ അരേ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഓർഡർ ആയിരിക്കണം എന്നില്ല അല്ലേ. ഒരു ഓർഡർ വേണമെന്നില്ല. കാരണം എന്താ, നമ്മൾ ഓരോ എലമെൻസും എടുത്ത് നോക്കുകയാണ് അല്ലേ, ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് എല്ലാ എലമെൻസും അല്ലെങ്കിൽ ആ ഒരു അരേ ഒരു ഓർഡറിലായിരിക്കണം എന്നില്ല. ഇനി ബൈനറി സെർച്ച് ആകുമ്പോഴോ ദ എലമെൻറ്റ്സ് ഷുഡ് ബി ഇൻ സോർട്ടഡ് ഓർഡർ. ബൈനറി സെർച്ച് ആണെങ്കിൽ എന്താ, നമ്മുടെ അരേ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സോർട്ടഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലീനിയർ സെർച്ചിൽ പറയുന്നത് എന്താ, ടേക്സ് മോർ ടൈം ഫോർ ദ പ്രോസസ്സ് അല്ലേ. ലീനിയർ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സെർച്ച് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമുക്ക് വേണ്ടി വരുന്നു. അത് അരയുടെ ലെങ്ത് അനുസരിച്ചിരിക്കും. ഇപ്പോൾ വലിയൊരു സൈസായിട്ടുള്ള അരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അധികം സമയം വേണ്ടി വരും. ഇനി ബൈനറി സെർച്ച് ആണെങ്കിലോ ടേക്സ് വെരി ലെസ് ടൈം ഫോർ ദ പ്രോസസ്സ്. നമുക്കധികം സമയം എടുക്കുന്നില്ല ബൈനറി സെർച്ചിന്. നെക്സ്റ്റ് ലീനിയർ സെർച്ചിൽ പറയുന്നത് മേ നീഡ് ടു വിസിറ്റ് ഓൾ ദ എലമെൻറ്റ്സ് അല്ലേ. നമുക്ക് ചിലപ്പോൾ എല്ലാ എലമെൻറ്റ്സും വിസിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം എന്താ, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓരോ എലമെൻറ്റും എടുത്ത് ചെക്ക് ചെയ്ത് വന്നിട്ടാണ് ലീനിയർ സെർച്ച് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കേണ്ട എലമെൻ്റ് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണെന്നുണ്ടെങ്കിലോ എല്ലാ എലമെൻറ്റ്സും നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്കവിടെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരാം ലീനിയർ സെർച്ചിൽ. ഇനി ബൈനറി സെർച്ചിൽ എന്താ, ഓൾ ദ എലമെൻറ്റ്സ് ആർ നെവർ വിസിറ്റഡ് അല്ലേ. നമ്മൾ എല്ലാ എലമെൻറ്റ്സിനെയും ഒരിക്കലും വിസിറ്റ് ചെയ്യുന്നില്ല അല്ലേ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ലീനിയർ സെർച്ചിൽ പറയുന്നത് സ്യൂട്ടബിൾ വെൻ ദ അരേ ഈസ് സ്മോൾ അല്ലേ. കുഞ്ഞ് അരയ്ക്കൊക്കെയാണ് നമ്മൾ ലീനിയർ സെർച്ച് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി ബൈനറി സെർച്ച് ആണെങ്കിലോ സ്യൂട്ടബിൾ വെൻ ദ അരേ ഈസ് ലാർജ് അല്ലേ. നമ്മുടെ വലിയ സൈസായിട്ടുള്ള അരേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെർച്ചിങ് ടെക്നിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബൈനറി സെർച്ചാണ്. അപ്പോൾ ഇത്രയാണ് ലീനിയർ സെർച്ച് മെത്തേഡും ബൈനറി സെർച്ച് മെത്തേഡും തമ്മിലുള്ളൊരു ഡിഫറൻസ്. ഇത് നമ്മൾ നോക്കി വയ്ക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് 2 ഡയമെൻഷണൽ അരേ. 2D അരേ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊക്കെ 1 ഡയമെൻഷണൽ അരയാണ് അല്ലേ. ഒരു റോ മാത്രം, അതിൽ 4 എലമെൻറ്റ്സ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതൊക്കെ 1 ഡയമെൻഷണൽ അരയാണ്. ഇനി നമുക്ക് 2 ഡയമെൻഷണൽ അരേ എങ്ങനെയാണെന്ന് നോക്കാം. 2 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റോസും കോളംസും ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ അരേ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ മെട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ, മാത്സിലൊക്കെ പഠിക്കുന്ന മെട്രിക്സ്. റോ കോളം വൈസായിട്ട് അരേ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോമിലായിരിക്കും നമ്മളുടെ ഈ 2 ഡയമെൻഷണൽ അരേ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഡയമെൻഷണൽ അരേ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എ 2 ഡയമെൻഷണൽ അരേ ഈസ് എൻ അരേ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഇറ്റ് സെൽഫ് ഈസ് എൻ അരേ. അതായത് 2 ഡയമെൻഷണൽ അരയിൽ ഓരോ എലമെൻറ്റ്സും അരേസ് ആണെന്നാണ് പറയുന്നത്. അതായത് റോസും കോളംസ് വൈസായിട്ടാണ് നമ്മുടെ 2D അരേ ഉള്ളത് അല്ലേ. അപ്പോൾ അതിലുള്ള ഓരോ എലമെൻറ്റ്സുകളും ഓരോ അരേയുടെ ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഫോർ ഇൻസ്റ്റൻസ് എൻ അരേ AR of mn is a 2D array which contains m single dimensional arrays each of which has n elements. അതായത് AR of mn എന്ന് പറയുന്ന ഒരു അരയിൽ m എന്ന് പറയുന്നത് ഓരോ സിംഗിൾ ഡയമെൻഷണൽ അരേയും, n എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ ഡയമെൻഷണൽ അരയിൽ ഉള്ള എലമെൻസിൻ്റെ എണ്ണവും ആയിരിക്കും. അതായത് m എന്ന് പറയുന്നത് റോസിൻ്റെ എണ്ണവും n എന്ന് പറയുന്നത് കോളംസിൻ്റെ എണ്ണവും ആയിരിക്കും. അതാണ് സിമ്പിളി പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അരേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്, ഡാറ്റ ടൈപ്പ് അരേ നെയിം ഓഫ് റോസ് കോളംസ് അല്ലേ. നമ്മൾ സാധാരണ ഒരു അരേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക, ഡാറ്റ ടൈപ്പ് അരേ നെയിം ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് പറയും. ഇവിടെ സൈസിന് പകരം റോസും കോളംസും പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. സെമി കോളൻ ഇടാം. ഇനി ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ അരേ തന്നിട്ടുണ്ട്. ഇൻറ്റ് മാർക്സ് ഓഫ് 5 4 അല്ലേ. മാർക്സ് എന്ന് പറയുന്നത് അരയുടെ പേര്, 5 റോസും 4 കോളംസും അതിനുണ്ടായിരിക്കും. എൻ്റെ സൈസാണ്. അപ്പം അങ്ങനെ ഒരു അരേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇവിടെ ഒരു ഡയഗ്രം തന്നിട്ടില്ലേ, ഇതുപോലെ ഇരിക്കും. 5 റോസ് ആണെന്നുണ്ടെങ്കിൽ 0 മുതൽ 4 വരെ ഓരോ റോകളുണ്ടായിരിക്കും.
ഇനി 4 ആണ് കോളം എന്നുണ്ടെങ്കിൽ 0 മുതൽ 3 വരെ താഴേക്ക് കോളംസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ 2D അറേ. ഇനി ഇതിനുള്ളിലിരിക്കുന്ന ഓരോ എലമെൻസിൻ്റെ പൊസിഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഏത് എലമെൻറ്റ് ഏത് റോയിലിരിക്കുന്നു, ഏത് കോളത്തിലിരിക്കുന്നു അത് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇത് ഇവിടെ ആരോയിൽ പറയുന്നുണ്ട് മാർക്സ് ഓഫ് 1, 2. കണ്ടോ, 1 എന്ന് പറയുന്നത് റോയുടെ നമ്പറും 2 എന്ന് പറയുന്നത് കോളത്തിൻ്റെ നമ്പറും. അപ്പോൾ ആ എലമെൻറ്റിനെ നമ്മൾ പൊസിഷൻ സ്പെസിഫൈ ചെയ്തെടുത്തു. നെക്സ്റ്റ് ഒരു എലമെൻറ്റ് പറയുന്നുണ്ട് മാർക്സ് ഓഫ് 4, 1 അല്ലേ. 4 എന്ന് പറയുന്ന റോയിൽ 1 എന്ന് പറയുന്ന കോളത്തിലാണ് ആ ഒരു എലമെൻറ്റ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഏത് റോയിൽ ഏത് കോളത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 2D അറേയിൽ ഏതൊരു എലമെൻറ്റിനെയും നമ്മൾ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി 2 ഡയമെൻഷണൽ അറേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം കൂടെ തന്നിട്ടുണ്ട്. ടു ക്രിയേറ്റ് എ മെട്രിക്സ് വിത്ത് m റോസ് ആൻഡ് n കോളംസ് അല്ലേ. ഒരു 2D അറേ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡേഴ്സ് എഴുതുക, #include IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമുക്ക് വേണ്ടുന്ന വാരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നു. ഇൻറ്റ് m n റോ കോൾ മാറ്റ് ഓഫ് 10 10. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന വാരിയബിൾ. എമ്മും എന്നും റോയും കോളും നമ്പറിന് വേണ്ടിയിട്ടാണ്, അതായത് ലൂപ്പ് വാരിയബിൾസിന് വേണ്ടിയിട്ടാണ് എമ്മും എന്നും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നു. റോ കോൾ എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. അത് കറൻ്റ്ലി ഉള്ള റോ കോളം അതിൻ്റെ സ്പെസിഫൈ ചെയ്യാൻ ലൂപ്പ് ഐട്രേറ്റ് വേരിയബിളാണ്. പിന്നെ മാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 2 ഡയമെൻഷണൽ അറേ. അപ്പോൾ സൈസ് അവിടെ തന്നിട്ടുണ്ട്, 10 10 തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഔട്ടിലൊരു മെസ്സേജ് വയ്ക്കുക, എൻ്റർ ദി ഓർഡർ ഓഫ് മെട്രിക്സ് അല്ലേ. എത്ര ഓർഡേഴ്സ് ഉള്ള മെട്രിക്സ് ആണ്. ഓൾറെഡി ഇവിടെ മാറ്റ് ഓഫ് 10 10 തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെക്കാൾ ചെറിയ സൈസിൽ അരേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് ലിമിറ്റ് കൊടുക്കാനായിട്ടാണ് എമ്മും എന്നും അതിൻ്റെ റോ നമ്പറും കോളം നമ്പറും എത്രത്തോളം ഉണ്ടെന്ന് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എൻ്റർ ചെയ്യുക, അത് എമ്മും എന്നിലേക്കും കിട്ടും. അപ്പോൾ സീൻ MN എന്ന് പറഞ്ഞാൽ നമുക്ക് റോയുടെ എണ്ണം എത്രയാണ്, ലിമിറ്റ് എത്രയാണ്, കോളം ലിമിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു മെസ്സേജ് പറഞ്ഞിട്ടുള്ളത് ഔട്ടിൽ എൻ്റർ ദി എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് അല്ലേ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? മെട്രിക്സ് എൻ്റർ ചെയ്യാം. എമ്മും എന്നും അവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? 2 ലൂപ്പ് വേണം. 2 ലൂപ്പ് മീൻസ് നെസ്റ്റഡ് ലൂപ്പ് വേണം അല്ലേ. നമുക്ക് ഓരോ റോയിൽ ഓരോ കോളത്തിലേക്ക് എലമെൻറ്റ്സിനെ അപ്ലൈ ചെയ്ത് പോവാണ് അല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് റോയിൽ വരുന്ന എല്ലാ കോളത്തിലേക്കും നമുക്ക് വാരിയബിൾ കൊടുക്കണം, അല്ലെങ്കിൽ വാല്യൂ എൻ്റർ ചെയ്യണം. സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് റോയിലുള്ള എല്ലാ കോളത്തിലേക്കും നമുക്ക് വാല്യൂസിന് എൻ്റർ ചെയ്യണം. അപ്പോൾ ഒരു ലൂപ്പ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഉള്ളിൽ വേറൊരു ലൂപ്പും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം. 4 റോ ഈക്വൽ ടു 0 റോ ലെസ് ദാൻ m റോ പ്ലസ് പ്ലസ്. ഫസ്റ്റത്തെ റോ എടുക്കുകയാണ്. ഫസ്റ്റത്തെ റോ 0th പൊസിഷനിലാണ്. അപ്പോൾ 0 ഫസ്റ്റ് റോ ആക്കി വെച്ചു. ആ റോ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത എമ്മിനേക്കാൾ താഴെയാണോ നോക്കി, ആണെങ്കിൽ ഉള്ളിലേക്ക് വന്നു. നെക്സ്റ്റ് കോളത്തിന് വേണ്ടിയിട്ടുള്ള ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. കോൾ 0 ആക്കി വെച്ചു. അപ്പോൾ കോൾ ഈക്വൽ ടു 0 കോൾ ലെസ് ദാൻ n കോൾ പ്ലസ് പ്ലസ്. അങ്ങനെ ആയിരിക്കെ നമ്മളുടെ മെട്രിക്സിലേക്ക് അല്ലെങ്കിൽ അരയിലേക്ക് വാല്യൂ എൻ്റർ ചെയ്യുക. സീൻ മാറ്റ് ഓഫ് റോ കോൾ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എലമെൻറ്റ് ഏതിലേക്ക് കയറും? ആ കറക്റ്റ് ആ പൊസിഷനിലേക്ക് കയറും. അതിങ്ങനെ റോ ലാസ്റ്റ് m വരെ എത്തുന്നത് വരെ ഈ ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോകും. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ദ ഗിവൺ മെട്രിക്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെട്രിക്സിനെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് എന്ത് വേണം? ലൂപ്പ് വേണം. അപ്പോൾ ഒരു ലൂപ്പ് അതുപോലെ തന്നെ റോ 0 റോ ലെസ് ദാൻ m റോ പ്ലസ് പ്ലസ് എന്ന് എഴുതുക. അതിൻ്റെ ഉള്ളിൽ ഔട്ടിൽ എൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ എലമെൻസിൻ്റെ ഒരു ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം ഫസ്റ്റ് റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റിലേക്ക് ഇറങ്ങുക അല്ലേ. ഫസ്റ്റ് റോ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നെക്സ്റ്റിൽ പ്രിൻ്റ് ചെയ്യുക, പിന്നെ സെക്കൻഡിൽ പ്രിൻ്റ് ചെയ്യുക, തേർഡിൽ പ്രിൻ്റ് ചെയ്യുക, അങ്ങനെ റോ വൈസായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എൻഡിൽ യൂസ് ചെയ്യണത്. ഇനി അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെട്രിക്സ് ഫോമിൽ നമുക്ക് നമ്മളുടെ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഔട്ട്പുട്ട് നോക്കിയാൽ എൻ്റർ ദി ഓർഡർ ഓഫ് മെട്രിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 3 4 എന്നാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റർ ദി എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ നേരെ എൻ്റർ ചെയ്ത് പോയി. 1 2 3 4 2 3 4 5 3 അങ്ങനെ എൻ്റർ ചെയ്തു. അത് ഗിവൺ മെട്രിക്സ് സീസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്തത് എന്താ?
നമ്മൾ ആ സി ഔട്ട് എൻഡിൽ നിന്നൊക്കെ എഴുതിയിട്ടില്ലേ, /t ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ ഗിവൺ മെട്രിക്സിനെ നമുക്കവിടെ ഫോം ചെയ്ത് തരും.